പറഞ്ഞതുപോലെ 1567-ലും 1585-ലും ക്രിസ്തീയ രാജകീയ സഭകൾ യോഗം ചേർന്ന് കൂടി തീരുമാനിച്ചതുപോലെ ഇസ്ലാമിക ചരിത്ര സ്മാരകങ്ങളെയും ഇസ്ലാമിക ചരിത്ര പൈതൃകങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും ലോകത്ത് നിന്ന് ഉന്മൂലനം നടത്തുക എന്ന അജണ്ടയുടെ ഭാഗമായി പാശ്ചാത്യ ലോകം ഹംഫർ വളരെ ഭംഗിയായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെ സൗദി അറേബ്യയിലും ദർഇയയിലും ഒയൈനയിലും തുടങ്ങിയ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നടത്തുകയാണ്. ആല് സഊദുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് രാഷ്ട്രീയപരമായ അധികാരം, രാജാധികാരം ആല് സഊദിനും അതേ സന്ദർഭത്തിൽ മതപരമായ അധികാരം തനിക്കും നൽകണമെന്നുള്ള വ്യവസ്ഥയിൽ ഭരണകൂടം സ്പോൺസർ ചെയ്ത അപകടകരമായ പ്രത്യയശാസ്ത്രമായിരുന്നു വഹാബിസം. ആ വഹാബിസത്തിന്റെ ആശയങ്ങളെ ഏറ്റവും നിഷ്ഠൂരമായ തലങ്ങളിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലേക്ക് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി സർവ്വവിധത്തിലുള്ള പിന്തുണയും നൽകിയ ബ്രിട്ടന്റെ ചാരന്റെ പേരാണ് ഹംഫർ. ഇസ്ലാമികപരമായ സംസ്കൃതിയെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് പാശ്ചാത്യ ലോകത്ത് നിന്ന് ആചാരം വാങ്ങി കടന്നു വന്ന ഹംഫർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ താഴികക്കുടങ്ങൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞു. ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലാണ് ആ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ അരുണനങ്ങൾ എന്നോണമാണ് പാരമ്പര്യത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങളെ വീണ്ടും പൊടിതട്ടിയെടുത്തിട്ട് നൂറ്റാണ്ടുകളോളം ലോകത്ത് കഴിഞ്ഞുപോയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ പറയപ്പെട്ട 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഏതാണ്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഇമാമിങ്ങളെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ ദീപശിഖയെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതെന്ന ലാ തജ്തമി ഉമ്മത്തി അലദ്ദലാല, എന്റെ ഉമ്മത്ത് ദലാലത്തിന്റെ മേലിൽ ഏകോപിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞിട്ടും ഒരു കാലത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സമുദായത്തിന് നൽകുന്ന ഗ്യാരണ്ടിയാണത്. ലാ തജ്തമി ഉമ്മത്തി അലദ്ദലാല, എന്റെ ഉമ്മത്ത് ദലാലത്തിന്റെ മേലിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഉണ്ടാവില്ല. കാലത്തിന്റെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ അപശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് പലരും പ്രത്യക്ഷപ്പെടും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ഉടനെ തന്നെ സക്കാത്ത് നിഷേധിച്ചുകൊണ്ട് ചിലർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചിലർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചിലർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. സിഫീൻ യുദ്ധം നടക്കുന്ന വേളയിൽ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് തന്നെയാണ് ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗം ഇറാഖികളായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളിൽ നിന്ന് 12,000-ഓളം ആളുകൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞത്. അലി കാഫിറാണെന്ന് പ്രഖ്യാപിച്ചത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് ഖവാരിജിന്റെ ബിദ്അത്തിന്റെ ശബ്ദങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്, മുഅ്തസിലത്ത് രംഗപ്രവേശനം ചെയ്തത്, അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ മഹാന്മാരായ എത്രയോ ഇമാമിങ്ങളെ കൊല ചെയ്തുകൊണ്ട് മുഅ്തസിലത്ത് ഭരണകൂടം സ്പോൺസർ ചെയ്ത ബിദ്അത്തായി രംഗപ്രവേശനം ചെയ്തത്, ഖദരിയാക്കൾ കടന്നു വന്നത്, മുർജിയത്ത് കടന്നു വന്നത്, വ്യത്യസ്തങ്ങളായ അവാന്തര വിഭാഗങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ തലമുക്കി കടന്നു വന്നപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയെ കാർന്നു തിന്നാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തിന്റെ മജോറിറ്റിയായി മാറാൻ ഈ ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ലാ തജ്തമി ഉമ്മത്തി അലദ്ദലാല, അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവിടെയും ഇവിടെയും മുണങ്ങിപ്പോയിട്ടുണ്ട്, അവിടെയും ഇവിടെയും കെട്ടടങ്ങിപ്പോയിട്ടുണ്ട്. കേരളീയ പരിസരത്തും നോക്കൂ നിങ്ങൾ, എത്ര വർഷങ്ങളായി പുളിക്കലില്ലേ നമ്മൾ സംസാരിക്കുന്നത്. 1 നൂറ്റാണ്ട് കാലമായി വിദണ്ഡവാദങ്ങളുമായി ഇവിടെ രംഗപ്രവേശനം ചെയ്ത വഹാബിസത്തിന്റെ എന്തെങ്കിലും ഒരു അനുരണനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈ പുളിക്കൽ പോലെയുള്ള ഇട്ടാവെട്ടത്ത് മാത്രമാണ്. ഇപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം ആശയപരമായ പാപ്പരത്വങ്ങൾ നേരിടുന്ന രീതിയിൽ മുസ്ലിം സമുദായം അവരുടെ ആശയഭ്രംശങ്ങളെ തിരിച്ചറിയുന്ന രീതിയിൽ നായ തൊട്ട കലം പോലെ മാറ്റി നിർത്താൻ ഈ ഉമ്മത്തിന് എല്ലാ കാലഘട്ടത്തിലുള്ള ബോധ്യവും ഉണ്ടായിട്ടുണ്ട്. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വാഗ്ദാനമാണ് ലാ തജ്തമി ഉമ്മത്തി അലദ്ദലാല.